ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നഗറ്റ്സ് റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നഗറ്റ്സ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ധൈര്യത്തോട് കൂടി കൊടുക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ പൊടിയായി കട്ട് ചെയ്തതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇത് ബ്രോക്കോളി പൊടിയായി കട്ട് ചെയ്തെടുത്തതാണ്. അതിന് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ ഈ ബ്രോക്കോളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായി വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ ബ്രോക്കോളിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി സ്നാക്സൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നല്ലോണം ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഇപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലോണം സ്മാഷ് ചെയ്തെടുത്ത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഇട്ട് ഇത് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുത്തൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു നഗറ്റ്സിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നുള്ളത്. അപ്പോൾ കയ്യിൽ അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പോർഷനാക്കി എടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ എഗ് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനിതിനെ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺഫ്ലേക്സിൻ്റെ പൗഡറിൽ വേണം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നഗറ്റ്സ് നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെയെല്ലാം ഞാൻ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്കിതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് ഒക്കെ കിട്ടും. ഇതുപോലെ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഒക്കെ തയ്യാറാക്കി നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഷേപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പെട്ടെന്നൊരു സ്നാക്സൊക്കെ രാവിലെ നമുക്ക് തിരക്ക് പിടിച്ച് ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്ത് എടുത്ത് അവർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാം. കുട്ടികൾ എന്തായാലും കഴിക്കും. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്സ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. ബ്രോക്കോളി വെച്ച് ചെയ്തെടുത്തതാണെന്നേ പറയില്ല. ഇത് കഴിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന്. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാനിതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നഗറ്റ്സ് മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ.
ഇതുപോലൊരു പാനിൽ ഞാൻ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നഗറ്റ്സ് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും ഒരേ രീതിയിൽ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓൾറെഡി എല്ലാം വെന്ത ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു റെസിപ്പി. അങ്ങനെ ഇപ്പോൾ നഗറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോക്കോളി നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.